ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഈസി റെസിപ്പി ചിക്കൻ സ്റ്റൂ ആണ്. ഒരു 1 പോട്ട് ഈസി ചിക്കൻ റെസിപ്പി. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ്. ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാ സെലിബ്രേഷൻസിനും പാലപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് കറിയാണ് ചിക്കൻ സ്റ്റൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. 3 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്. 2 വലിയ ടൊമാറ്റോ കനം കുറച്ച് അരിഞ്ഞത്. അതിൻ്റെ പകുതി മാറ്റി വയ്ക്കുക. പിന്നെ ഹോൾ സ്പൈസസ്, ഈ കാണുന്ന എല്ലാ ഹോൾ സ്പൈസസും ഓരോ ടീസ്പൂൺ വെച്ചിട്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാൻ നല്ല എരിവുള്ളത് കൊണ്ട് ഒരു എരിവുള്ള പച്ചമുളക് എടുത്തേക്കണത്. പിന്നെ 3 വലിയ പൊട്ടാറ്റോസ് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ 1/2 ലിറ്ററോളം കനം കുറഞ്ഞ തേങ്ങാപ്പാൽ, ഈ രണ്ടാം പാലെന്ന് പറയുന്ന പോലെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ 1/2 ലിറ്ററോളം. പിന്നെ ഇഷ്ടമുള്ള എണ്ണ, വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ ഏതാ എണ്ണയെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് അത്, ഒരു 3 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 300 ml നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. പിന്നെ ഉപ്പും കുരുമുളകും ആവശ്യത്തിന്. ഇത്രയും കുറച്ച് സാധനങ്ങൾ മതി. പിന്നെ ഏറ്റവും അവസാനം ഗാർണിഷ് ചെയ്യാനുള്ള കറിവേപ്പിലയും മല്ലിയിലയും. ഇത്രയും മതി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ സ്റ്റൂവിന്. ആദ്യം ഒരു നല്ല കട്ടിയുള്ള പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് ഹോൾ സ്പൈസസ് വഴിച്ചെടുക്കാം. അത് നമ്മൾ എണ്ണേനെ ഒന്ന് ഫ്ലേവർ ചെയ്യുന്നതാണ്. ചൂട് കുറച്ച് വെച്ചിട്ട് എല്ലാ ഹോൾ സ്പൈസസും എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന ഹോൾ സ്പൈസസ് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, ബേ ലീവ്സ്, തക്കോലം, ഇത്രയാണ്. ഇതിലേതെങ്കിലും 1 or 2 ഇല്ലെങ്കിൽ സാരില്ല, പക്ഷേ ഇത്ര ഇടുകയാണെങ്കിൽ അത്രയും കൂടി നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക്. ഇപ്പം എണ്ണ നന്നായിട്ട് ഫ്ലേവർ ആയിട്ടുണ്ട്, ഈ ഹോൾ സ്പൈസസിൻ്റെ എല്ലാം. ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് വഴറ്റുക. ഇനി നമ്മളെടുത്ത് വെച്ചിരുന്ന തക്കാളിയുടെ പകുതി, അതായത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ബാക്കിയുള്ള തക്കാളി മാറ്റി വയ്ക്കുക ഏറ്റവും അവസാനം ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതും കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി. ഇപ്പോൾ ഇതെല്ലാം നന്നായി കമ്പൈൻ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചിക്കൻ ചേർക്കാം. ഇനി ഇതിലേക്ക് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങയുടെ രണ്ടാം പാൽ, ഒരു 1/2 ലിറ്ററോളം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 to 30 minutes അടച്ചു വെച്ചിട്ട് ചിക്കൻ വേകുന്ന വരെ കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പക്ഷേ ഒരു ബിറ്റ്വീൻ 20 to 30 minutes ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് വരും.
ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ, നല്ല കുറുകുറായിട്ട് കട്ടിയുള്ള ഒന്നാം തേങ്ങാപ്പാൽ ഒരു 300 ml ഒഴിക്കാം. ഞാൻ ഒരു ഫ്രഷ് തേങ്ങാപ്പാൽ കിട്ടാത്തതുകൊണ്ട് ടിന്നിലുള്ളതാണ് ചേർത്തേക്കണത്. പക്ഷേ ഫ്രഷ് തേങ്ങാപ്പാലാണ് എപ്പോഴും നല്ലത്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർക്കാൻ. എന്നിട്ടൊരു 3 തൊട്ട് ഒരു 5 മിനിറ്റ് വരെ ചെറുതീയിലിട്ട് ഒന്ന് പയ്യെ ഇങ്ങനെ ഇളക്കുക. അപ്പോഴേക്കും ആ ചാറ് നന്നായിട്ട് കുറുകി നമ്മുടെ സ്റ്റൂ നല്ല പരുവായിട്ട് വരും. നല്ല മണമാണിതിന്. നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഈ സമയത്ത് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കറിയിലേക്ക് ചേർക്കാം. നല്ല വെളിച്ചെണ്ണയുടെയും നമ്മൾ ചേർത്ത ഹോൾ സ്പൈസസിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു മണമാണിത്. ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പാലപ്പം, വെള്ളയപ്പം എന്തിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ നല്ലൊരു കറിയാണ്. കുട്ടികൾക്ക് വലിയ എരിവൊന്നുമില്ല, അതുകൊണ്ട് കുട്ടികൾക്കും പറ്റും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു 1 പോട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങയൊക്കെ പിഴിയുന്നതിൻ്റെ ഒരു പാടുണ്ട്, തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ ഒരു പാടുണ്ട്. പക്ഷെ അല്ലാതെ ഇത് വളരെ എളുപ്പമായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന നല്ല രുചിയുള്ളൊരു കറിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് ഏറ്റവും അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കാം. കറി നല്ല റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷനോ ഈസ്റ്ററിനോ ക്രിസ്മസിനോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായും ഇഷ്ടമാവും നിങ്ങൾക്ക് ഈ റെസിപ്പിയും ഇതിൻ്റെ സ്വാദും. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മിയാസ് യമ്മി ബോക്സ്.